മന്ത്രിയുടെ മകനായതുകൊണ്ട് ചിലർ നമ്മൾ ഉപദ്രവിച്ചു. എനിക്ക് 19 വയസ്സാണ്. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ എൻ്റെ ജീവിതം കൂടുതലും ഹോട്ടൽ മുറികളിലും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഒക്കെ ആയിട്ട്. സിനിമ, രാഷ്ട്രീയം, വ്യക്തിജീവിതം, വിവാദങ്ങൾ ഏറെ പറയാനുണ്ട് മന്ത്രി KB ഗണേഷ് കുമാറിന്. സ്വാഗതം. ഒരു വലിയ ജന്മി തറവാട്ടിലാണ് ജനിക്കുന്നത്. അച്ഛനും അപ്പൂപ്പന്മാരായിട്ട് ആനയും അമ്പാരിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു തറവാട്. ആ തറവാടിൽ ജനിച്ചു വളർന്ന അവിടുത്തെ ഒരു മകൻ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമേജ് വന്നോ? അതായത് അല്ല, ഇമേജ് ഉണ്ടെങ്കിൽ ഞാൻ സത്യത്തെ ആൾക്കാർ തെറ്റിദ്ധരിച്ചതാണ്. ഞാനൊരു 19 വയസ്സുള്ള സിനിമ അഭിനയിക്കാൻ പോയാണ്. ഇരകൾ എന്ന സിനിമയിൽ 19 വയസ്സാണ്. എനിക്ക് 19 വയസ്സാണ്. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ എൻ്റെ ജീവിതം കൂടുതലും ഹോട്ടൽ മുറികളിലും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഒക്കെ ആയിട്ട് ഞാൻ കഴിയുകയാണ്. അവിടെയെല്ലാം ഞാൻ കഴിഞ്ഞ ഒരു സാധാരണക്കാരനായിട്ടാണ്. ഞാൻ ചെല്ലുന്ന കാലത്ത് എനിക്കൊരു എയർ കണ്ടീഷൻ ചെയ്ത് മുറി തരത്തില്ല. ആ മഹാറാണി ഹോട്ടലിൽ മൂട്ട കഴിക്കുന്ന മുറിയിൽ ഈ അലക്കുന്ന കാരമുക്കി അലക്കും തുണി, അതിൻ്റെ അലർജി കൊണ്ട് പുറത്തൊക്കെ അടയാളം വന്നു. ഇപ്പോഴും അത് പോയിട്ടില്ല. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വന്നത്. അല്ല, ഞാനൊരു ദിവസം മന്ത്രിയുടെ മകനായിട്ട് സിനിമയിൽ പോയി. മന്ത്രിയുടെ മകനുള്ള എല്ലാ ഫെസിലിറ്റിയും തന്നു, ഒന്നും തന്നില്ല. മന്ത്രിയുടെ മകനായതുകൊണ്ട് ചിലർ നമ്മൾ ഉപദ്രവിച്ചു. നമ്മളെ നല്ലൊരു വീട്ടിൽ നിന്ന് വന്നവനായതുകൊണ്ട് മാക്സിമം ഡിഗ്രേഡ് ചെയ്യുക. സിനിമയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഋഷിരാജ് സിംഗ്, അദ്ദേഹം സിനിമയിൽ പലപ്പോഴും അഭിനയിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് സിനിമ. അപ്പോൾ അദ്ദേഹം സിനിമ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തെ വെറും സിനിമാ നടനായിട്ട് കണ്ടു കളയും. ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുന്ന പോലെ കാണും. അദ്ദേഹം DGP ആണെന്ന് ആലോചിക്കണം. ആ മര്യാദ കൊടുക്കില്ല. അത് സിനിമാക്കാരുടെ സ്വഭാവമാണ്. അവരാ മര്യാദ കൊടുക്കില്ല. ആദ്യത്തെ 2 ദിവസം കൊടുക്കും, 3-ാമത്തെ ദിവസം അവരങ്ങനെ കൈകാര്യം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടിയില്ല, ഒരു പരിഗണനയും കിട്ടിയില്ല. നമ്മളെ ഇട്ട് വിഷമിപ്പിക്കുകയും നമ്മളെ നാണം കെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇൻസൾട്ട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം സഹിച്ച് അവിടെ നിന്നു. അപ്പോൾ പിന്നെ ജന്മിയുടെ മോനാണോ, കൊച്ചുമോനാണെന്നോ മന്ത്രിയുടെ മോനാണെന്നോ എന്നൊന്നുമില്ല. അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. ചെറുപ്പത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ വലിയ ആരുടെയും മകനാണ്, ഞാൻ വലിയ ഒരു സംഭവം അല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മാത്രമാണ്. അച്ഛൻ മന്ത്രിയായാൽ അച്ഛൻ മന്ത്രിയാണ്, അച്ഛൻ ശക്തനാണെങ്കിൽ അച്ഛൻ ശക്തനാണ്, ഞാൻ സാധാരണക്കാരനാണ്, ഞാൻ മറ്റൊരു ഇൻഡിവിജ്വലാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അച്ഛൻ്റെയോ നമ്മുടെ ബന്ധുക്കളുടെയോ കെയറോഫിൽ ഷൈൻ ചെയ്യേണ്ട. അത് നമുക്കില്ല. നമ്മൾ ഈ സമൂഹത്തെ നമ്മൾ എന്ത് സൃഷ്ടിക്കുന്നു? എൻ്റെ അച്ഛൻ സൃഷ്ടിച്ച ഇമേജുകളും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളും അദ്ദേഹത്തോടു കൂടി അവസാനിച്ചു. ഇനി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. അത് എന്നോടുകൂടി അവസാനിക്കും. അല്ല, ഒരിക്കലും ഇതിങ്ങനെ ക്യാരി ഓവർ ചെയ്ത് വരില്ല. ഒരു കലാപാരമ്പര്യമൊന്നുമില്ല KB ഗണേഷ് കുമാറിൻ്റെ കുടുംബം. ഒന്നുമില്ല. എൻ്റെ അമ്മ നന്നായി അഭിനയിക്കുക. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അമ്മ തിരുവനന്തപുരം വിമൻസ് കോളേജിലെ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കും എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വാസന വന്നത്. അമ്മ പിന്നെ കല്യാണമൊക്കെ കഴിച്ച് അമ്മ 10-16 വയസ്സ് കല്യാണം കഴിച്ചാണ്. അമ്മ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അഭിനയിച്ചിട്ടൊന്നുമില്ല. വിമൻസ് കോളേജിലെ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു അമ്മ അത് പഠിക്കുന്ന കാലത്ത്. പിന്നീട് ചെപ്പാണെന്ന് തോന്നുന്നു. പിന്നെ വന്നത് കുറേ 2-3 സിനിമകൾക്ക് ശേഷമാണ് ചെപ്പ് വരുന്നത്. 4 സിനിമകൾക്ക് ശേഷമാണ്. രണ്ടാമത്തെ പടം ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പടമാണ്, ഈ യുവജനോത്സവം എന്ന പടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെപ്പ് വന്നു. ചെപ്പിൽ വില്ലൻ വേഷമാണ് അത് എന്നെ നിലനിർത്തിയ ഒരു സിനിമയാണ്. കാരണം മലയാള സിനിമയിൽ ഇത്രയും വർഷത്തിനിടയിൽ ഈ ഇരകളും ചെപ്പുമാണ് എന്നെ അന്നത്തെ കാലത്ത് നിലനിർത്തിയത്. ഈ 2 സിനിമകൾ എനിക്ക് അന്ന് നല്ല പേരുണ്ടാക്കി തന്നു. ഒരു നടൻ എന്നുള്ള നിലയിൽ പരിഗണിക്കാവുന്ന ഒരാളായി മാറി. ശരിക്കും സിനിമയിൽ അങ്ങനെ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഗണേഷ് കുമാറിന്? ഒരുപാട്. പ്രിയദർശൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ പോകുമ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി കേട്ടോ. മാറിയിട്ട് പിന്നെ നമുക്ക് എല്ലാ ഫെസിലിറ്റിയും തരാം. നമ്മളെ സീനിയോറിറ്റി കൂടി, നമ്മുടെ വാല്യൂ ഒന്ന് കൂടി ഒരു നടൻ എന്നുള്ള നിലയിൽ. മറ്റേ ആദ്യം വരുന്ന സമയത്ത് ഏതോ ഒരു ചെറുക്കൻ ഒരു മന്ത്രിയുടെ മോനാണ് അഭിനയിക്കാൻ വന്നിരിക്കുന്നത്, അവനെ കൈകാര്യം ചെയ്തില്ല പല പ്രൊഡക്ഷൻ മാനേജർമാരും വിചാരിക്കും. നമ്മളെ ചിലർക്കൊരു വിചാരമുണ്ടല്ലോ, വലിയ മനുഷ്യരെന്ന് പറഞ്ഞാൽ അവരെയും കൂടെ ഒന്ന് ഡീഗ്രേഡ് ചെയ്താൽ നമ്മളെ ഒപ്പം എത്തുന്നൊരു മണ്ടൻ ധാരണയുണ്ട്. അതൊരിക്കലും എത്തില്ല. വലിയ മനുഷ്യർ തന്നെയാണ്. ഓരോരുത്തർക്കും ഒരു പദവിയുണ്ട്. അത് അവരുടെ പദവി തന്നെയാണ്. അത് ആരെയും ചെറുതാക്കാൻ നമുക്ക് പറ്റില്ല. ഓരോ മനുഷ്യനും അവൻ്റേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അവരെ ചെറുതാക്കാൻ നമുക്ക് പറ്റത്തില്ല. ചില മണ്ടന്മാർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അവരെ ചെറുതാക്കി കളയാമെന്ന്. അങ്ങനെ ആക്കാൻ പറ്റില്ല. നമ്മൾ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമയിൽ ഏറ്റവും കൂടുതൽ ഗോസിപ്പുകളുണ്ടായ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് ഗണേഷൻ തോന്നുന്നു, അല്ലേ? സിനിമ നടികളുമായിട്ട് പ്രണയം എന്നുള്ള ഗോസിപ്പൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ ഒന്നതിന് ശേഷമാണ് ഇതെല്ലാം കൂടി. പിന്നെ അല്ലാതെ തന്നെ ഉണ്ട്, ചുമ്മാ വെറുതെ അപഖ്യാതികൾ പറഞ്ഞ് മനസ്സിലാക്കും. പണ്ട് 1985 അച്ഛൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ, പിന്നെ 95 അന്ന് ട്രാൻസ്പോർട്ടിലൊരു സമരം ഉണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛന് ഒരു ജർമ്മൻ യാത്രയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ബാലേന്ദ്രമേനോൻ ബാലേന്ദ്രമേനോൻ ചേട്ടന് സാറ് പോകാമെന്ന് പറഞ്ഞു അച്ഛൻ്റെ കൂടെ. പക്ഷേ ആ സമയത്ത് ഈ സംഘാടകരുടെ ആയിട്ട് എന്തോ പ്രശ്നം, അദ്ദേഹം ഒന്ന് ഒഴിഞ്ഞു മാറി. അപ്പോൾ അവർ പറഞ്ഞു, സാർ എങ്ങനെയെങ്കിലും ഗണേശനെ ഒന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, നീയും കൂടെ വാന്ന് പറഞ്ഞു. അവരൊരു നിർബന്ധം, ഒരു സിനിമാടം വേണം. അങ്ങനെ അച്ഛൻ പോയ വഴിക്ക് എന്നെ കൂടെ കൊണ്ടുപോയി. അതിനിവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ച മാരകമായൊരു രോഗത്തിന് എന്നെ ചികിത്സിക്കാൻ കൊണ്ടുപോയി. ആ രോഗം ഉണ്ടായിരുന്നതിന് മുമ്പ് ചത്ത് കഴിഞ്ഞു എന്ത് പ്രചരിപ്പിച്ചു.
ആ പ്രചരണത്തിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ സിനിമയിൽ നെഗറ്റീവ് റോളുകൾ വില്ലൻ അതെ. സത്യത്തിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നതാണ് നല്ലത്. ഒരു നടൻ നായകൻ കഴിഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള വില്ലനാണ്. അത് വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. പക്ഷേ വില്ലൻ ഒരു പാവം കഥാപാത്രമാണ്. ശരിക്കും വില്ലൻ ഒരു പാവമാണ്. ശ്രീനിവാസൻ അന്തരിച്ച നമ്മുടെ ശ്രീനിവാസൻ അദ്ദേഹം നടൻ പറയുമായിരുന്നു, സിനിമയിലെ ഏറ്റവും പാവപ്പെട്ട കഥാപാത്രം ആരാണെന്ന് ചോദിക്കും അദ്ദേഹം. അത് ആരാണെന്ന് ചോദിച്ചാൽ വില്ലൻ. നായകനാണെന്നൊക്കെ നമ്മൾ പറയാം, അല്ല. നായികയാണെന്ന് പറയാം, അല്ല, വില്ലനാണ്. കാരണം ഈ സിനിമ തീരുന്നവരെയും അയാളെ എന്തായാലും അവസാനം കൊല്ലും എന്നുള്ള കാര്യം, ഇവനെ നശിപ്പിക്കും എന്നുള്ള കാര്യം, ഹീറോ നശിപ്പിക്കും എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാം, പ്രാടം കാണാത്തവർക്കും അറിയാം. പക്ഷേ ഈ വില്ലന് മാത്രം അറിഞ്ഞില്ല, അവസാന നിമിഷം വരെ പോരാടും. ഇപ്പോൾ അവസാനം വെടിയേറ്റ് വീഴും. അതുകൊണ്ട് ഏറ്റവും ശുദ്ധനായ കഥാപാത്രം വില്ലനാണെന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. നമ്മൾ ഈ ഭീമൻ രഘുവിനെയൊക്കെ കാണുന്നില്ലേ, ഭീമൻ രഘുക്ക് ഇത്രയും ഒരു ശുദ്ധനാണെന്ന് നമ്മൾ ക്യാപ്റ്റൻ രാജുവൊക്കെ എന്ത് പാവം മനുഷ്യരായിരുന്നു. ഭയങ്കര വില്ലനായിട്ടൊന്ന് ശോഭരാജായിട്ടൊക്കെ നമ്മളെ പേടിപ്പിച്ച് ക്യാപ്റ്റൻ രാജു എത്രയോ നല്ല മനസ്സിൻ്റെ ഉടമയും ഏറ്റവും സിമ്പിളായിട്ടുള്ളതായിരുന്നു. ദേവൻ ചേട്ടൻ, ദേവൻ ചേട്ടനൊക്കെ വില്ലനായിട്ട് അഭിനയിക്കും. ഇത്രയും നല്ലൊരു വ്യക്തിയെ നമുക്ക് കാണാം. നല്ല ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിനും ക്യാരക്ടർ നല്ലതാണ്. ഭീമൻ രഘുവിന് ശുദ്ധനല്ലേ. അതെ അതെ അതെ. നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഭയങ്കര മസിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും പരമശുദ്ധനായ ഒരാളെ കാണാൻ കിട്ടും. നമ്മളൊക്കെ കണ്ടിരുന്ന ഭീമൻ രഘു എന്തായിരുന്നു, ആളുകളൊക്കെ ഇടിക്കുന്ന ക്രൂരനായ മസിലേക്കായ ഒരു മനുഷ്യനായിരുന്നു. ശുദ്ധഹൃദയനാണ്. ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷമാണോ ഈ നെഗറ്റീവ് ക്യാരക്ടറുകൾ ഒഴിവാക്കിയത്? അല്ല, അതിന് മുമ്പേ ഞാൻ ഒഴിവാക്കിയാണ്. ഈ വെറുതെ അപഖ്യാതികൾ, ഈ പറഞ്ഞ കണക്ക് മാരക രോഗം ഉണ്ടെന്നും അതും ഇതൊക്കെ പ്രചരിപ്പിച്ച് ആളുകൾ എന്തോ അത് എന്നെ രാഷ്ട്രീയത്തിലൊന്നുമില്ല, അല്ലാതെ തന്നെ ഒരുപാട് ചീത്തപ്പേര് തരിക. ആ ചീത്തപ്പേര് കേട്ടപ്പോൾ ഞാൻ വിജയം ഒന്ന് മാറിയിക്കാം എന്ന് പറഞ്ഞു. പടങ്ങളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് എനിക്ക് എന്ത് പറ്റി, അല്ലെങ്കിൽ ഞാൻ ഇതിനേക്കാളൊരു 100 പടം കൂടെ ചെയ്തേ ഈ വില്ലനായിട്ട് അഭിനയിച്ചിരുന്നെങ്കിൽ. ഇത് കുറച്ചുകൂടെ പൈസയും കിട്ടിയേനെ. കാരണം വില്ലന്മാർക്ക് വലിയ ദാരിദ്ര്യമായിരുന്നു. അപ്പോഴേ ഞാനങ്ങ് മാറി ക്യാരക്ടർ റോളിലേക്ക് പോയപ്പോൾ അഭിനയ സാധ്യതയുള്ള റോളുകൾ കുറഞ്ഞു. ഏതാണ്ട് 250 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സീരിയലും അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഏതാണ്ട് ഒരു 10-40 സീരിയൽ. 40 സീരിയൽ എന്ന് പറയുമ്പോൾ 2-3-4-5 ജീവിതത്തിൻ്റെ 5-6 വർഷം ഒരു സിനിമയിൽ വന്നാൽ എന്താണ്, നമുക്കൊരു വില്ലൻ വേഷങ്ങളായിരുന്നോ അല്ലെങ്കിൽ ക്യാരക്ടർ വേഷങ്ങളായിരുന്നോ ഒരു ഓർമ്മയിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്? അല്ല, അത് ഷെപ്പ്, ഇരകൾ ഇന്ന് വളരെ ട്രെൻഡിങ് ആണ്. ഒരു മാനസിക വൈകല്യമുള്ള ഒരാളുടെ ഒരു സൈക്കോ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അഭിനയിക്കാൻ വലിയ പടം. പക്ഷേ കെ ജോർജ് സാറിൻ്റെ ഒരു മിടുക്കാണ് എന്നെപ്പോലൊരു പുതിയ നടനെ കൊണ്ട് അത് അഭിനയിപ്പിച്ചത്. ആ പടം ഇന്ന് വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ആ സിനിമ ഒരുപാട് ആൾക്കാർ കാണുന്നു, അതിൻ്റെ റീൽസ് വരുന്നു. അത് വെച്ച് നമുക്കൊരു പണി തരുന്നു. പഴയ റീൽസ് തോക്കൊക്കെ ആയിട്ട് നിൽക്കുന്ന, കയറുമായിട്ട് നിൽക്കുന്നു ഒക്കെ കാണിച്ചിട്ട് ഒരു പണി ഇടയ്ക്കിടയ്ക്ക് തരാൻ നോക്കുന്നുണ്ട്. കാലം മാറിപ്പോയി, ഒന്നും ആരും വിശ്വസിക്കില്ല. കാലം മാറിപ്പോയി. കാരണം ആളുകൾക്ക് ഇതൊക്കെ ഒരു കാണുമ്പോഴുള്ളൊരു തമാശയുള്ളൂ, അത് കഴിഞ്ഞാലില്ല. മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന കാര്യങ്ങൾ കാണുന്നതല്ലാതെ മനസ്സിൽ സൂക്ഷിക്കുന്നവർ വളരെ കുറവാണ്, വളരെ കുറവാണ്. അതിങ്ങനെ പാസ് ചെയ്ത് പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തല പൊക്കും. ഒരു വർഷം കഴിയുമ്പോൾ അത് തൂത്തുകളയും. അങ്ങനെ ആൾ കണ്ട് പോകും. ഇങ്ങനെ ഇടയ്ക്കിടെ റിമൈൻഡറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഗണേശിനെയും ആളുകൾക്ക് കുറെ കൂടി അടുത്ത് കാണാൻ, ഞാനെന്ന വ്യക്തിയെ ജനങ്ങൾക്ക് അടുത്തറിയാൻ കഴിഞ്ഞതും, ഞാൻ ഈ സിനിമയെ കാണുന്നതിനൊക്കെയുള്ള ആളല്ല എന്നും ആളുകൾക്ക് മനസ്സിലായത് രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം. നമ്മൾ മാറി ഒന്ന് നോക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു ഗണേഷ് ഉണ്ടായിരുന്നു. അതെ, മുമ്പൊക്കെ പരിചയമുള്ളവർക്കറിയാം ഞാനൊരു കുഴപ്പക്കാരനല്ല എന്നുള്ളത്. ഞാൻ അങ്ങനെ ഒരു ദുഷ്ട മനസ്സുള്ള ആളല്ല, ഭയങ്കര ഈ സ്നേഹമുള്ള ആളാണ്. എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് അബദ്ധമായിട്ടുണ്ടോ? ആയിട്ടുമുണ്ട്. നമ്മൾ പിന്നെ എല്ലാവരോടും ഒരു മിനിമം മര്യാദയ്ക്ക് പെരുമാറണമെന്ന് എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കാണിക്കില്ല. ഈ കാലെടുത്ത് കാലിന് മേളിൽ ചിരിക്കാൻ എനിക്ക് പറ്റില്ല. അതൊരു ജാടയായിട്ട് നമ്മളല്ല. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ കാലെടുത്ത് ഈ കാലിൻ്റെ പുറത്ത് ചിരിക്കാൻ, വേറെ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ, എനിക്കത് ശീലമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 15 മിനിറ്റ് സംസാരിച്ചതിനിടയ്ക്ക് 3 തവണ അമ്മയെക്കുറിച്ച് പറഞ്ഞു. അമ്മയായിരുന്നു കുറേ കൂടി? അമ്മയായിരുന്നു എൻ്റെ ഒരു വീക്ക്നെസ്. എന്നോടും അമ്മയും മകനും തമ്മിൽ ഭയങ്കരമായ സ്നേഹമായിരുന്നു. അമ്മ ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നതിനൊക്കെ അമ്മ എതിരായിരുന്നു. അമ്മയ്ക്ക് ഞാനൊരു സിനിമാ നടനായി ജീവിക്കണമെന്നായിരുന്നു ഇഷ്ടം. അത് അമ്മയുടെ ഒരു കലാകാരി ഉള്ളതുകൊണ്ടാണ് അല്ലേ? അമ്മയ്ക്ക് എന്നും ഞാൻ സിനിമാ നടനായത്. ആദ്യകാലത്ത് അച്ഛനെതിരായിരുന്നു. പക്ഷേ സിനിമയിൽ അഭിനയിക്കണം, സിനിമാ നടനാകാൻ പോയപ്പം കൂടുതൽ സിനിമകൾ കിട്ടണമെന്നും അതിൽ നന്നായി അഭിനയിക്കണമെന്നും അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. അമ്മയും എൻ്റെ രണ്ടാമത്തെ സഹോദരിയുണ്ട് ബിന്ദു. ഇവർ രണ്ടുപേരും സിനിമ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അന്നത്തെ കാലത്ത് ഇറങ്ങുന്ന എല്ലാ സിനിമയും ഇവർ രണ്ടും കാണുമായിരുന്നു. അപ്പോൾ ആ വില്ലൻ കഥാപാത്രങ്ങളെയും പോയി കാണുമായിരുന്നു. എല്ലാം കാണാം. എൻ്റെ സിനിമ മാത്രമല്ല, ഇറങ്ങുന്ന തെലുങ്ക് ഡബ് ചെയ്ത പടം വരെ കാണുമായിരുന്നു. തെലുങ്ക് ഡബ് ചെയ്ത പടം വരെ തിയേറ്ററിൽ പോയി കാണുമായിരുന്നു. അന്ന് തിയേറ്ററിലേ ഉള്ളൂ. ഭയങ്കര സിനിമാ ഭ്രമമായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും. അപ്പോൾ അവർ രണ്ടുപേരും സിനിമയ്ക്ക് പോകും. ഞാൻ സിനിമയ്ക്ക് പോകാതിരിക്കാൻ വേണ്ടി അമ്മ എനിക്ക് 2 രൂപ, സിനിമയ്ക്ക് അമ്മ എന്നെ കൊണ്ടുപോയി, ഞാൻ വീട്ടിൽ ഇരുന്നോളും, എനിക്ക് 2 രൂപ വരും. സിനിമയ്ക്ക് വരാൻ പോകാൻ താല്പര്യമില്ല, സിനിമ കാണാൻ താല്പര്യമില്ല. അപ്പോൾ വീട്ടിൽ ഇരുന്നോണം. വീട്ടിൽ ഇരിക്കുന്നതിന് അമ്മ കൂലിയായിട്ട് 2 രൂപ വരും. ഈ 2 രൂപ ഒരു കുടുക്കയിലിട്ട് വയ്ക്കും.
അതെന്താ സിനിമ കാണാൻ താല്പര്യം ഇല്ലാതിരുന്നത്? എനിക്കിഷ്ടമല്ലായിരുന്നു സിനിമ. ഞാൻ പിന്നെ കാണാൻ പോകുന്നത് തിരുവനന്തപുരത്ത് പോയതിന് ശേഷമാണ്. കൊട്ടാരക്കരയൊന്നും താമസിക്കുമ്പോൾ സിനിമയ്ക്കൊന്നും പോകില്ല. ഞാൻ ആ സമയം എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കും, വീട്ടിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അത് ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ. പിന്നെ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും സിസ്റ്ററും ഒക്കെ പോകുമ്പോൾ വീട്ടിലാരും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനും കൂടി പോകാൻ തുടങ്ങി. അപ്പം അമ്മ എന്തെന്ന് വെച്ചാൽ അമ്മ കരയുന്ന പടത്തിന് കയറും. തൊട്ടടുത്ത തിയേറ്ററിലെ ഇടിപ്പടത്തിന് എന്നെ കയറ്റും. ബുള്ളറ്റ് എന്ന സിനിമയ്ക്കില്ല, അതൊക്കെ ഇടിപ്പടമൊക്കെ ഞാൻ കാണും. ഇപ്പുറത്തെ അമ്മ കരയുന്ന സങ്കടം, മറ്റേ ക്യാൻസർ വന്ന് മരിക്കുന്ന നായികയുടെ കഥയും അത് കാണാൻ കയറും അമ്മ. അമ്മ ഈ കരയുന്ന പടം കാണണം. നടനാവണം എന്നൊരാഗ്രഹം തോന്നിയതൊക്കെ എപ്പോഴാണ്? അത് ഇരകൾ അഭിനയിക്കാൻ വന്നിട്ട് ക്ഷണം കിട്ടിയപ്പോൾ അച്ഛൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ നടൻ സുകുമാരനും അദ്ദേഹം പ്രൊഡ്യൂസറെ പടത്തിന് മല്ലിയ ചേച്ചി, ഇവർ രണ്ടും കൂടെ നിർബന്ധിച്ചു. മോന് പറ്റും മോനെ, ഞാനല്ലേ കൂടെ വരുന്നത്, മോൻ ബാ എന്നൊക്കെ പറഞ്ഞ് മല്ലിയ ചേച്ചി വിളിച്ചു. അപ്പോൾ എന്നാൽ എനിക്കും തോന്നി എന്നാൽ അഭിനയിക്കാമെന്ന്. പക്ഷേ അഭിനയിച്ചു തുടങ്ങിയതിന് ശേഷമാണ് എന്നിലൊരു നടനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ സ്കൂളിലൊന്നും നാടകങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ല. ഈ കെ ജി ജോർജ് ഗണേഷിനെ കണ്ട് ആ ക്യാരക്ടറിലേക്ക് എടുക്കുന്നതാണോ? ഗാന്ധിമതി ബാലൻചേട്ടൻ്റെ ഓഫീസിൽ വെച്ച് ഒരു ദിവസം കണ്ടു ഇങ്ങനെ. അപ്പോൾ ഇത് നേരത്തെ ഒരാളെ വെച്ച് പടം തുടങ്ങാൻ പോയതാണ്. ആ പടം മുടങ്ങിപ്പോയി. അതിൻ്റെ പ്രൊഡ്യൂസർ ഷൂട്ടിങ്ങിന് തലേദിവസം ഹൃദ്രോഗം വന്ന് മുണ്ടക്കയത്ത് വെച്ച് മരിക്കുകയാണ്. അദ്ദേഹം പോയതിന് ശേഷം പിന്നീട് ഈ സിനിമ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ കെ ജി ജോർജ് സാറ് ഈ കഥ സുകുമാരനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ താല്പര്യം തോന്നി. അദ്ദേഹം ഈ സിനിമ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴാരെയൊക്കെ കാസ്റ്റ് ചെയ്യാം എന്ന് നോക്കിയപ്പോൾ, കാരണം സുകുവേട്ടൻ്റെ ഒരു സ്വാധീനം ഉപയോഗിച്ച് അന്ന് നായിക, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരക്കുള്ള നായിക രാധയാണ് അതിലെ നായിക. എല്ലാ പ്രധാന ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. ശ്രീവിദ്യ, അങ്ങനെ അന്നത്തെ എല്ലാം തിലകൻ ചേട്ടൻ, ഗോപിച്ചേട്ടൻ, ഇങ്ങനെ എല്ലാവരും പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അത് സുകുവേട്ടനോടും ജോർജ് സാറിനോടുമുള്ള ബന്ധം വെച്ചിട്ട് വന്നതാണ് അവരെല്ലാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു പയ്യനെ ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അയാൾ ഈ ക്യാരക്ടർ നന്നായിരിക്കും. അപ്പോഴാണ് ആരെന്ന് ചോദിച്ചപ്പോഴാണ് ബാലൻ ചേട്ടനാണ് പറയുന്നത് നമ്മുടെ ഗണേശനാണെന്ന്. അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. ഈ തുറന്നു ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ദിലീപിൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് കെ ബി ഗണേഷ് കുമാറിൻ്റെ കഥയാണ്, അത് ബാലകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്നൊക്കെയുള്ള ചില കഥകളൊക്കെ പ്രചരിച്ചിരുന്നു. അതുമായിട്ട് എന്തെങ്കിലും ബന്ധമോ? ഒരു ബന്ധമില്ല, പൂർണ്ണമായി ശരിയല്ല. പിന്നെ ഇങ്ങനെ അങ്ങനെ ഒരു തീം ഇതിൽ നിന്ന് കിട്ടിയെന്നുള്ളതല്ല. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ചില സ്പാർക്കാണ്. ആ സ്പാർക്ക് ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ നിന്നായിരിക്കാം. പക്ഷേ കഥ അവർ സിനിമയ്ക്ക് അനുയോജ്യമായ കഥ, വില്ലനും സ്റ്റണ്ടും അക്രമവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സിനിമ ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുത്തുകാരൻ്റെ കഴിവാണ്. ബേസിക്കലി ഒരു സ്പാർക്ക്, അങ്ങനെ രണ്ടുപേർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാലും എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു സ്പാർക്കില്ലേ, അത് ചിലപ്പം അതിൽ നിന്നായിരിക്കാം. പക്ഷേ നമുക്ക് അല്ലെന്ന് പറയാൻ, കണ്ടാലും അല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയും തോന്നും കണ്ടാൽ. കാരണം ആ സമയത്ത് ഈ ഒരു തർക്കങ്ങൾ നിലനിൽക്കുന്നൊരു കാലമായതുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത് അതായിരിക്കും ആ റൈറ്ററുടെ മനസ്സിലെ സ്പാർക്ക്. അല്ലാതെ മറ്റു കാര്യങ്ങളെല്ലാം അതിനകത്ത് സത്യമല്ല. അതൊരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട പ്രണയവും വില്ലനും ഒക്കെ ചേർത്ത് കൊണ്ടുപോകാൻ. ഒരു അതിർത്തി തർക്കം ഉണ്ടായിരുന്നു അച്ഛനുമായിട്ടല്ലേ? ഇല്ല, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. അല്ല, അച്ഛന് പേഴ്സണലി അച്ഛൻ ഒരിക്കൽ പോലും എന്നെ വെറുപ്പ് കാണിക്കുകയോ എന്നോട് അകലം കാണിക്കുകയോ ചെയ്തില്ല. ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ എന്നോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് അച്ഛനൊരു സീനിയർ ലീഡറാണ്. അപ്പോൾ അച്ഛൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണം, പാർട്ടിയുടെ മന്ത്രി അതനുസരിച്ചിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നതിൽ തെറ്റില്ല. പിന്നെ എനിക്കൊരു പുതിയ ആളല്ലേ, എനിക്ക് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്ന പോലെ ധൈര്യമായിട്ട് ചെയ്യാനുള്ള ഭയമുണ്ട് എനിക്ക്. ഞാൻ ഒരല്പം എല്ലാ കാര്യങ്ങളും 5 തവണ ആലോചിച്ചിട്ട് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഭയമുണ്ട് ഇക്കാര്യത്തിൽ. കാരണം ഒരു പാളിച്ച നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നാൽ, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ്, നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു അഴിമതിയോ പാളിച്ചയോ സംഭവിച്ചാൽ AK ആന്റണി സാർ എനിക്ക് തന്നൊരു ഉപദേശമുണ്ട് 2001 മന്ത്രിയാകുമ്പോൾ. ഇത്തരം കാര്യങ്ങളിൽ 5 തവണ ആലോചിക്കണം, എന്നിട്ടേ ചെയ്യാവൂ. പാളിച്ച പറ്റിപ്പോയാൽ നമ്മൾ ഒറ്റയ്ക്ക് കാണും. നമ്മളൊരു പ്രശ്നത്തിൽ പെട്ടു എന്ന് വയ്ക്കൂ, ആ പ്രശ്നത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് കാണും, ആരും നമ്മുടെ കൂടെ കാണില്ല. അത് മനുഷ്യൻ്റെ എല്ലായിടത്തും, രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലായിടത്തും മനുഷ്യൻ്റെ നിലയാണ്. നമ്മളൊരു പ്രശ്നത്തിൽ ചാടിയാൽ നമ്മൾ മാത്രമേ കാണൂ. അത് അങ്ങയുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ ഇപ്പോൾ അനുഭവിച്ചല്ലോ? ഞാൻ അനുഭവിച്ചു, ഞാൻ പലപ്പോഴും അനുഭവിച്ചു. അത് രാഷ്ട്രീയമായിട്ടല്ല, ഞാനൊരു രാഷ്ട്രീയമായി ഒരു ക്രമക്കേട് നടത്തുകയോ മന്ത്രി എന്ന നിലയിൽ ഒരു ക്രമം ചെയ്തിട്ടില്ല. അതെൻ്റെ മനസ്സിൽ വളരെ ക്ലിയറാണ്. കാരണം അതെനിക്ക് ക്ലിയർ ആക്കണം. എൻ്റെ മനസാക്ഷിയെ ഞാൻ ആരെയും ബോധ്യപ്പെടുത്തുമെങ്കിൽ എൻ്റെ മനസാക്ഷിയെ എനിക്ക് ബോധ്യപ്പെടുത്തണം. ആരെന്ത് പറഞ്ഞാലും ഞാൻ ഭയപ്പെടാത്തതും പ്രതികരിക്കാത്തതും എൻ്റെ മനസാക്ഷിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഈ മന്ത്രിസഭയിൽ ഒരുപക്ഷെ ആദ്യം അങ്ങ് മന്ത്രിയാവേണ്ട ആളായിരുന്നു. അതെ, എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ LDF ഒരു വീതം വയ്പ് വന്നപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കൂടി അക്കോമഡേറ്റ് ചെയ്യണമല്ലോ. പക്ഷെ പറഞ്ഞു കേൾക്കുന്ന കഥ, സഹോദരി ഒരു വിയോജിപ്പ് മുഖ്യമന്ത്രി അറിയിച്ചു. അതിൻ്റെ ഭാഗമായി അത് ഒരു പരിധിവരെ സത്യമാണ്. അവർ പറഞ്ഞ അസത്യങ്ങൾ മുഖ്യമന്ത്രിക്ക് വിശ്വാസം വന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അവർ പറഞ്ഞതെല്ലാം അസത്യമാണെന്ന് കാലം തെളിയിക്കുകയും ചെയ്തു. എൻ്റെ പേരിൽ കേരളത്തിൽ ഒരുപാട് കേസുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ പേരിൽ കേസില്ല. കോൺഗ്രസ്സുകാർ എനിക്കെതിരെ കൊട്ടാരക്കര കോടതി കൊടുത്തൊരു കള്ളക്കേസല്ലാതെ എനിക്കെതിരെ ഒരു കേസുമില്ല. കോൺഗ്രസ്സുകാർ രാഷ്ട്രീയമായി കൊടുത്തിരിക്കുന്ന ഒരു കള്ളക്കേസ് കൊട്ടാരക്കര കോടതിയിൽ, അതല്ലാതെ
ഈ സഹോദരി കൊടുത്തൊരു സിവിൽ കേസും അല്ലാതെ കേരള സംസ്ഥാനത്ത് ഗണേഷ് കുമാറിൻ്റെ പേരിൽ ഒരു കേസുമില്ല. ഞാനൊരു കുറ്റവും ചെയ്യാറില്ല. ഞാൻ അങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. വളരെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഒരു കാർ ഓടിക്കുമ്പോൾ പോലും ഞാൻ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുന്നതാണ്. നിയമത്തെ മാനിക്കുന്നതാണ് എൻ്റെ അന്തസ്സെന്ന് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ. പണ്ടൊക്കെ ഞാൻ വൺ വേ കൂടെ കയറി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിലേക്ക്. ഇതാണ് ത്രില്ല് എന്ന് വിചാരിച്ചു. സ്പീഡിൽ വണ്ടി ഞാൻ ഇന്ന് ഒരു 80 കിലോമീറ്റർ സ്പീഡിലേക്ക് ഞാൻ വണ്ടി ഓടിക്കില്ല. 60, 65, 70 നിർത്തും ഞാൻ. അതിൽ കൂടുതൽ സ്പീഡിൽ ഞാൻ വണ്ടി ഓടിക്കില്ല. കാരണം എനിക്ക് ഒരു ഫൈനും കിട്ടിയിട്ടില്ല ഇന്ന് വരെ സ്പീഡിൽ പോയതിന്. ഞാനത് നിയമത്തെ അനുസരിക്കണമെന്ന് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. നിയമത്തെ ബഹുമാനിക്കുന്നവനാണ് സമൂഹത്തിലെ മാന്യൻ എന്നെനിക്ക് മനസ്സിലായി. പിന്നീട് അത് ശരിയല്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായോ? തിരിച്ചറിഞ്ഞു? മനസ്സിലായി. ഇതെല്ലാം കള്ളമാണെന്ന് മനസ്സിലായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ സത്യപ്രതിജ്ഞയ്ക്കുന്നതിന് മുമ്പ് ഗവർണർക്ക് ഒരു പരാതി കൊടുത്തു, എന്തിനൊക്കെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗവർണർ വിശദീകരണം മുഖ്യമന്ത്രിയോട്, ഇത് ദ്രോഹിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ആ വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇരുന്ന് കത്ത് എഴുതുന്നുള്ളേ ഉള്ളൂ. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഒരു പണിയില്ലെങ്കിൽ കള്ളക്കത്ത് എഴുതുക എന്ന് പറയില്ല, അങ്ങനെ എഴുതുന്ന കത്തുകളാണ്. അപ്പോൾ ഗവർണർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. മുഖ്യമന്ത്രി സമഗ്രമായൊരു പോലീസ് റിപ്പോർട്ട് കൊടുത്തു. ഒരു കേസും ഇല്ല എന്നാണ്. ഈ പറഞ്ഞ കേസുകളൊന്നല്ല, ഈ ഒരു സിവിൽ കള്ളക്കേസുകൾ കൊടുത്തതല്ലാതെ എനിക്കെതിരെ യാതൊരുവിധ കേസുകളോ ഒന്നുമില്ല എന്ന് ഗവർണറെ അറിയിച്ചു. അറിയിക്കണമല്ലോ, അത് നന്നായി. കാരണം അതെ, ക്ലിയർ ചെയ്തിട്ട് ഗവർണർ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ക്ലിയറായിട്ട് എൻ്റെ കൈ ശുദ്ധമാണെന്ന് കാണിച്ചിട്ട് വേണം കയറാൻ. അല്ലാതെ ഞാനെന്തോ അപകടത്തുണ്ടെന്ന് തോന്നിച്ചിട്ട് എനിക്ക് ആരെയും മുഖ്യമന്ത്രിയെ പോലും ഞാൻ ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ല. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ അന്വേഷിക്കുമല്ലോ, പോലീസ് വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഒന്നുമില്ല. അബോധാവസ്ഥയിൽ കിടന്നിരുന്ന അച്ഛൻ്റെ കയ്യിൽ നിന്ന് സ്വത്ത് മുഴുവൻ എഴുതി വാങ്ങിയെന്ന് അടക്കമാണ്. അച്ഛനൊരു അബോധാവസ്ഥയില്ലായിരുന്നു. അച്ഛനെ കൊട്ടാരക്കരക്കാർക്ക് അറിയാം. കൊട്ടാരക്കര വീട്ടിലാണ് അച്ഛൻ താമസിച്ചത്. മരിക്കുന്ന ദിവസം വരെയും TV സീരിയൽ കണ്ട ആളാണ്. മരിക്കുന്നതിൻ്റെ അന്ന് പകൽ വെന്റിലേറ്ററിലായി ഒരു പ്രാവശ്യം. ആ വെന്റിലേറ്ററിൽ നിന്ന് ഊരിയതിന് ശേഷം അദ്ദേഹം മൊബൈൽ ഫോണിൽ TV സീരിയൽ കണ്ട ആളാണ്. ഒരു അബോധാവസ്ഥയും ഉണ്ടായിരുന്നില്ല. ചികിത്സിച്ച ഡോക്ടർമാർ ജീവിച്ചിരിപ്പുണ്ട്, നാട്ടുകാർ കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാരും പാർട്ടിക്കാരും ജീവിച്ചിരിപ്പുണ്ട്. അച്ഛൻ അബോധാവസ്ഥയായിരുന്നൊക്കെ പറഞ്ഞ് അച്ഛനെ അപമാനിക്കുന്നത്. അച്ഛൻ അബോധാവസ്ഥയൊന്നുമില്ല. അച്ഛൻ്റെ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുന്ന ഓർമ്മശക്തിയാണ്. അച്ഛൻ്റെ അബോധാവസ്ഥ കിടന്ന ആളെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്? അബോധാവസ്ഥ കിടന്ന ആളെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ബാലഗോപാലിന് വോട്ട് ചെയ്യും? അത് ഏഷ്യാനെറ്റിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് 100 സീറ്റോടുകൂടി പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരും. 99 സീറ്റിലാണ് അധികാരത്തിൽ വന്നത്. വെളിവില്ലാത്ത ആളാണോ? അല്ല. എന്തായാലും ആ സഹോദരി രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നാണ് പറയുന്നത്. എന്നെ ദ്രോഹിക്കുകയും എന്നെ അപമാനിക്കുകയും എന്നെ വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാർ മരിച്ചുപോയി എന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ ഒരാളായി മരിച്ചുപോയി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല. മരിച്ചുപോയവരെ പറ്റി നമ്മൾ ആലോചിച്ചിട്ട് കാര്യമുണ്ട്. കാണണമെന്ന് വിചാരിച്ച് നടക്കൂ, സംസാരിക്കണമെന്ന് വെച്ചാൽ നടക്കൂ. എൻ്റെ ഒരു പോളിസി അതാണ്. എന്നെ ദ്രോഹിക്കുക, എന്നെ വേദനിപ്പിക്കുക, എന്നെ സങ്കടപ്പെടുത്തുക, എന്നെ അപമാനിക്കാൻ ശ്രമിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ അവരോട് പക തീർക്കാൻ ഞാൻ പോകാറില്ല. എൻ്റെ മനസ്സിൽ അവർ മരിച്ചുപോയി എന്നുള്ളതാണ്. അവരെ കാണാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. എവിടെ നിന്നൊക്കെ ഒഴിവാക്കാമോ എന്ന് അവിടെ നിന്നെല്ലാം ഒഴിവാക്കും. അവർ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകാറില്ല. അതെൻ്റെ സ്വഭാവമാണ്. ഒരാളെന്നല്ല, മരിച്ചുപോയി എന്ന് ഞാൻ കരുതി കഴിഞ്ഞാൽ പിന്നെ അവരെ പറ്റി ചിന്തിക്കില്ല. അവർ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. കാരണം ഈ പിശാചി വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. ദൈവം പറയുന്നത് ഞാൻ കേൾക്കും, പിശാചി പറയുന്നത് കേൾക്കില്ല. മൊത്തത്തിലൊരു ലാലിസ് ഉണ്ടല്ലോ. മോഹൻലാൽ മുഖ്യമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, പിന്നാലെ KSRTCയുടെ അംബാസിഡർ ആവുന്നു. അല്ല, നേരത്തെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ വരുന്നതിന് കേരള KSRTCയുടെ അംബാസിഡറായിട്ട് മോഹൻലാൽ പ്രഖ്യാപിച്ചു. അപ്പോൾ പലരും പറഞ്ഞു ഇത് വെറുതെയാണ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഞാൻ അദ്ദേഹമായിട്ടുള്ള വ്യക്തിബന്ധമുണ്ട്. അതെ, ഞാൻ കുട്ടിക്കാലം മുതൽ ലാലേട്ടനുമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ബന്ധമുണ്ട്. ആ സ്നേഹമാണ് ആ പരസ്യത്തിൻ്റെ പുറകിലുള്ളത്. കാരണം മോഹൻലാൽ എന്ന നടൻ്റെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ആ പരസ്യം കണ്ടു കാണുമല്ലോ. ആ പരസ്യം മോഹൻലാൽ എന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ, മോഹൻലാലിനെ ഏറ്റവും കൂടുതൽ അറിയുന്ന പ്രിയദർശനാണ് അത് എഴുതി ഉണ്ടാക്കിയതും അത് ഷൂട്ട് ചെയ്തതും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകനായ പ്രിയദർശൻ 5 പൈസ വാങ്ങാതെയാണ് ചെയ്തത്. മോഹൻലാൽ 5 പൈസ വാങ്ങിയില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോലുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്ന ആൻ്റണി പെരുമ്പാവൂരാണ്. ലാലേട്ടൻ നിർദ്ദേശിച്ചിട്ടാണ്. ലാലേട്ടൻ പറഞ്ഞ ആൻ്റണി ഇതെല്ലാം മോനൊന്ന് ചെയ്തു കൊടുക്ക് എന്ന് പറഞ്ഞപ്പോൾ ആൻ്റണിയുടെ നിർമ്മാണ സെറ്റപ്പ് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അദ്ദേഹം പ്രിയദർശൻ 5:30 മണിക്ക് ഷൂട്ടിങ്ങിന് വന്നു, മോഹൻലാൽ 6 മണിക്ക് ഷൂട്ടിങ്ങിന് വന്നു. നമ്മുടെ പടത്തിന് ഈ പരസ്യത്തിന് വേണ്ടിയിട്ട് 10-11 മണിക്കുമ്പോൾ എടുത്ത് തീർത്തിട്ടാണ് പ്രിയൻ എന്നെ വിളിച്ചത്. ഇവിടെ തീർന്നെല്ലാം റെഡിയായി എന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ വളരെ ആത്മാവ്. ഞങ്ങൾ ചെറുപ്പം മുതൽ ഒരുമിച്ച് മദ്രാസിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതും ഒരുമിച്ച് ഒരു മുറിയിൽ താമസിക്കുന്നവരാണ് ഞാനും പ്രിയദർശൻ. അദ്ദേഹം ഞങ്ങളെ സ്നേഹം ഒരു തെറ്റ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിരുന്നോ? എന്താണ്? നവോദയ സ്റ്റുഡിയോ ആലപ്പുഴയിലല്ല. അല്ല, അന്ന് ആലപ്പുഴയിലായിരുന്നു. പിന്നെ അത് കറക്റ്റാണ്. എന്താണെന്നറിയാമോ? ആലപ്പുഴ നവോദയ സ്റ്റുഡിയോ ഉണ്ടായിട്ടില്ല അന്ന് നവോദയയുടെ ഓഫീസ് മാത്രമേ ഉള്ളൂ. ഉദയ നവോദയായി പിരിഞ്ഞതിന് ശേഷം അത് സാമൂഹ്യ മാധ്യമമുള്ളവർക്ക് അറിഞ്ഞു തന്നെ മോഹൻലാൽ പോയത് ആലപ്പുഴയ്ക്ക് തന്നെയാണ്. അതെ, പ്രൊഡ്യൂസർ സുരേഷ് കുമാർ കൂടെ ചേർന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറ്റി വിടുന്നത്. ആലപ്പുഴയ്ക്ക് തന്നെയാണ് പോയത്. അന്ന് ജിജോയും എല്ലാം താമസിക്കുന്ന ആലപ്പുഴ. ഉദയ സ്റ്റുഡിയോ ആലപ്പുഴയിലായിരുന്നു.
അങ്ങനെ ഉദയ സ്റ്റുഡിയോ നവോദയ സ്റ്റുഡിയോ തമ്മിൽ പിണങ്ങുമ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പരസ്യം ചെയ്തു അവർ. അതായത് പുതിയ ഞങ്ങളുടെ സ്റ്റുഡിയോയ്ക്ക് പേരിടുന്നവർക്ക് 1,00,000 രൂപ സമ്മാനം അന്നത്തെ കാലത്ത്. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് ആരോ ഒരു വ്യക്തിയാണ് നവോദയ എന്ന പേരിടുന്നത്. ഉദയയിൽ നിന്ന് നവോദയ ഉണ്ടാവുകയാണ്. പിന്നീടാണ് നവോദയ എറണാകുളത്ത് കാക്കനാട് സ്ഥലം വാങ്ങി നവോദയ സ്റ്റുഡിയോ അവിടെ സ്ഥാപിക്കുന്നത്. അന്ന് ഈ അപ്പച്ചൻ മുതലാളിയും നവോദയ അപ്പച്ചനും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും എല്ലാവരും താമസിച്ചിരുന്നത് ആലപ്പുഴയിലായിരുന്നു. ആ മക്കളെല്ലാം ആലപ്പുഴയിലാണ് പഠിച്ചിരുന്നത്. ഇവരെല്ലാം ആലപ്പുഴക്കാരായിരുന്നു എല്ലാവരും. അന്ന് നവോദയയുടെ ഓഫീസ് ആലപ്പുഴയിലാണ്. അവിടെ ഫാസിൽ ആലപ്പുഴക്കാരനാണ്. അവിടെയാണ് ഫാസിലിനെ കൊണ്ട് സംവിധാനം. ആലപ്പുഴക്കാരനായതുകൊണ്ട് ഇവർക്ക് നേരത്തെ പരിചയമുണ്ട്. ഫാസിൽ എന്ന സംവിധായകനെ കഴിവറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യുകയും പുതിയ നടന്മാരെ കണ്ടെത്താൻ വേണ്ടി ആലപ്പുഴയ്ക്ക് തന്നെയാണ് പോയത്. ഞങ്ങൾ അത്ര മണ്ടന്മാരാണോ? എഴുതിയാണല്ലേ കുഴപ്പമുള്ളൂ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളതൊക്കെ നോക്കിയിട്ട് തന്നെ അഭിനയിക്കുമ്പോൾ മോഹൻലാൽ ഞാൻ ആലപ്പുഴയിലേക്ക് പോയെന്ന് പറയാൻ അത്ര, എറണാകുളത്ത് പോയിട്ട് ആലപ്പുഴ എന്ന് പറയാൻ അത്രയ്ക്ക് അദ്ദേഹത്തിന് ബുദ്ധിയില്ലേ? എന്താണ് ഈ ആവശ്യമില്ലാത്ത കാര്യം, അറിയാത്ത കാര്യങ്ങൾ പറയരുത്. ആലപ്പുഴയിൽ തന്നെയായിരുന്നു ഉദയ സ്റ്റുഡിയോ തുടങ്ങുന്നത്, നവോദയ സ്റ്റുഡിയോ തുടങ്ങുന്നത്. ഉദയയിൽ നിന്ന് സ്പ്ലിറ്റായിട്ട് കുഞ്ചാക്കോ മുതലാളി മരിച്ചതിന് ശേഷം അദ്ദേഹം ബോബൻ കുഞ്ചാക്കോ ചാക്കോച്ചൻ്റെ അച്ഛനുമായിട്ട് തെറ്റി ഇവർ രണ്ടായി മാറുകയാണ്. രണ്ടായി മാറുമ്പോൾ ഇവരൊരു പുതിയ സ്റ്റുഡിയോ തുടങ്ങും. അതിന് നാട്ടുകാരെ ആരോ വ്യക്തിയാണ് പേരിട്ടത്, അല്ലാതെ അവരല്ല. നവോദയ എന്നുള്ള പേരിട്ടിരിക്കുന്നത് ഒരു മത്സരത്തിലൂടെയാണ് അന്ന്. ഈ പ്രിയദർശൻ്റെ കാര്യം പറഞ്ഞു, ചെന്നൈയിലേക്ക് കൊണ്ടുപോയ കാര്യം. പ്രിയദർശൻ, മോഹൻലാൽ, സുരേഷ് കുമാർ, ഗണേഷ് കുമാർ, ഒരു തിരുവനന്തപുരം ബെൽറ്റ് അന്ന് അന്നുണ്ടായിരുന്നു. ലാലേട്ടൻ അങ്ങനെ അതിനകത്തില്ലായിരുന്നു. അദ്ദേഹം അഭിനയിക്കാൻ വരുന്നതല്ലാതെ കൂടുതൽ കോട്ടയത്തായിരുന്നു. സെഞ്ചുറി അങ്ങനെയുള്ള കമ്പനികളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ പടങ്ങൾ. പിന്നെ എന്നാലും പ്രിയദർശന പടങ്ങൾക്കും സുരേഷിൻ്റെ പടത്തിനുമൊക്കെ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നീട് കൂടുതലും MT വാസുദേവൻ്റെ പടങ്ങളൊക്കെ ആയിട്ട് കോഴിക്കോടേക്കും കോട്ടയത്തേക്കും അദ്ദേഹം അങ്ങ് പോയി. കോട്ടയത്തൊരു കേന്ദ്രം ഉണ്ടായിരുന്നു, ജൂബിലി, പിന്നെ സെഞ്ചുറി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുമായിട്ടാണ് കൂടുതൽ സിനിമകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെൽറ്റ് ഗണേഷിന് ഗുണം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ പ്രിയദർശനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ശങ്കറാണ്. ഞാൻ മലയാള സിനിമയിൽ എല്ലാവരെയും എനിക്ക് പരിചയപ്പെടുത്തുന്ന നടൻ ശങ്കറാണ്. എൻ്റെ ആത്മമിത്രമെന്ന് പറയാം. അതിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം. ഇന്നും ഞങ്ങൾ തമ്മിൽ വലിയ ആത്മബന്ധമാണ്. അദ്ദേഹമാണ് എന്നെ പ്രിയദർശനെ പരിചയപ്പെടുന്നത്. അന്നേ ശങ്കറാണ് ഹീറോ, മോഹൻലാൽ വില്ലൻ. തൊട്ടടുത്ത കസേരയിൽ മോഹൻലാൽ ഇരിക്കുമ്പോൾ വിമൻസ് കോളേജിലെ കുട്ടികളൊക്കെ ഷൂട്ടിംഗ് കാണാൻ വരും. അപ്പോൾ ശങ്കറിൻ്റെ മുടിയിലൊക്കെ പിടിച്ച് നോക്കും ഒറിജിനലാണെന്നൊക്കെ. അപ്പുറത്ത് വില്ലനായ മോഹൻലാൽ ഇരിപ്പുണ്ട്, ആര് തിരിഞ്ഞു നോക്കത്തില്ല. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ ശങ്കറിൻ്റെ ചുറ്റും പെൺകുട്ടികളെല്ലാം അങ്ങ് കൂടും ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനൊക്കെ. ഇദ്ദേഹം അപ്പുറത്തെ കസേര ഇങ്ങനെ ഇരിക്കും, ഒരാളെ മൈൻഡ് ചെയ്യത്തില്ല. പിന്നീട് അദ്ദേഹം സൂപ്പർ സ്റ്റാറായി മാറി. കാലത്തിൻ്റെ ഒരു മാറ്റമാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ചെയറിൽ ഇവർ രണ്ടുപേരും അടുത്തെടുത്തിരിക്കുമ്പോൾ ഈ ശങ്കറിന് ചുറ്റും ഇങ്ങനെ പെൺകുട്ടികളെല്ലാം വന്നിട്ട് ഓട്ടോഗ്രാഫ് എഴുതുന്ന ഈ മുടി ഒന്ന് പിടിച്ചു നോക്കി, നല്ല മുടിയാണല്ലോ, ഒന്ന് പിടിച്ചു നോക്കട്ടെന്ന് ചോദിക്കുക. അങ്ങനെ പിടിച്ചു നോക്കുക പിള്ളേർ. അങ്ങനെയൊക്കെ ആരാധനയുണ്ടായിരുന്നു ശങ്കറിനോട്. അദ്ദേഹം ഭയങ്കര വില്ലനായതുകൊണ്ട് അവർക്ക് ഇഷ്ടമല്ല, അടുത്തോട്ട് ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ പോലും പോവില്ല. അങ്ങനെയായിരുന്നു അന്ന്. ഗണേഷിന് ഇങ്ങനെ ആരാധികമാരുണ്ടായിരുന്നോ? എനിക്കുണ്ടായിരുന്നു, എനിക്കെപ്പോഴും ഉണ്ടല്ലോ, അന്നും ഇന്നും ഉണ്ട്. നമ്മുടെ ആരാധികമാർക്കൊന്നും നമ്മളെ കൊണ്ട് ശല്യമില്ല, അതുകൊണ്ട് പരാതികളില്ല. മറ്റേ അതൊരു പുതിയ കാലത്തിൻ്റെ പ്രശ്നം വെച്ച് പറഞ്ഞാണോ എന്നൊരു സംശയമുണ്ടല്ലോ. ഒരു പുതിയ അതൊക്കെ ഒരുപാട് ഇങ്ങനെ ഈ പോകുന്ന ചില വാക്കുകൾ പോകുന്ന വഴിക്ക് പല സ്ഥലത്തും കൊടുക്കുമ്പോഴൊന്നേ ചെയ്യുമ്പോൾ 1000 കൊള്ളുമ്പോൾ 10,000 ഒരു പാട്ടില്ലേ, അതൊരു അങ്ങനെ ചില സ്ഥലത്ത് കൊള്ളും. ഒരു പുതിയ ഒരു സംഭവമായി അതിന് ബന്ധമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് എങ്ങനെയാണ് ആൾക്കാർക്ക് കാണാം. ഞാൻ പറഞ്ഞില്ല, എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000, അങ്ങനെയാണ്. പക്ഷേ ഈ പ്രിയദർശൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയെങ്കിലും പ്രിയദർശൻ്റെ സിനിമകളിലൊന്നും അങ്ങനെ ഗണേഷ് അത്ര സജീവമായി ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നു. മുത്തശ്ശി കഥ എന്ന പടം എന്നെ നായകനാക്കി തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ വിനീതും ഞാനും കൂടെ അഭിനയിച്ചൊരു പടമുണ്ട്. പിന്നെ പ്രിയദർശൻ്റെ ചെപ്പ്, പിന്നെ എല്ലാ പടങ്ങളിലും ഞാൻ ഇല്ലെങ്കിൽ പോലും, പിന്നെ കിലുക്കം, ചിത്രം, ഇതിലൊക്കെ ഞാൻ വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ബന്ധം. ഞാൻ പലപ്പോഴും കൂടുതലും ഡെന്നിസ് ജോസഫിൻ്റെ പടങ്ങളിലാണ് അന്ന് അഭിനയിച്ചിരുന്നത്. ഡെന്നിസ് ജോസഫ് എഴുതുന്ന പടങ്ങളിലാണ് അഥർവം. അങ്ങനെ എന്നെ തന്നെ മമ്മൂക്കയുടെ കൂടെ തന്നെ ഒരു തുല്യ കഥാപാത്രം. ഡെന്നിസ് ജോസഫ് എന്നെ വല്ലാതെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഡെന്നിസ് ജോസഫാണ് ജോഷിയേട്ടനെ പരിചയപ്പെടുന്നതും. അവിടെയെല്ലാം SN സ്വാമിയുടെ ഒരു തമാശയുണ്ട്. അപ്പം ഞാനൊരു ദിവസം ഇപ്പോൾ SN സ്വാമി പറയടാ, ഞാൻ അങ്ങനെ പറയും. ഞാൻ ജോഷിയേട്ടനെ കാണാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് ജോഷിയേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ SN സ്വാമി അവിടെ കയറി വന്നു. അപ്പോൾ അദ്ദേഹം ജോഷിയേട്ടനെ കാണാൻ വന്നാൽ, അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോഷിയേട്ടൻ മേളിലോട്ട് കണ്ട് കയറിപ്പോയി, വീട്ടിനകത്തോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടും സംസാരിക്കുമ്പോൾ, നീ SN സ്വാമി ഉണ്ടോ, നീ സിനിമയിലൊന്നും അഭിനയിക്കണ്ട, നീ രാഷ്ട്രീയത്തിൽ പോയാൽ മതി. എനിക്ക് ഭയങ്കര ദേഷ്യമായിപ്പോയി. കാരണം വെച്ചാൽ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമായിട്ട് നടക്കുമ്പം ഇങ്ങനെ പറയുകയാണ്, നീ സിനിമയിലൊന്നും അഭിനയിക്കണം, നീ രാഷ്ട്രീയത്തിൽ പോയിക്കോ. അച്ഛൻ രാഷ്ട്രീയത്തില്ലേ? ഞാൻ പറഞ്ഞു, അച്ഛനാണെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്ന ഇഷ്ടവുമല്ല. ഈ SN സ്വാമി ഞാൻ അങ്ങനെ അങ്ങ് ശപിച്ചു. എന്തോന്നാണ് ഇങ്ങനെ, എന്തിൻ്റെ അസുഖമാണ്, നമ്മുടെ ആഗ്രഹത്തിനെതിരെ നിൽക്കുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് പോയി.
എല്ലാവരും ഞാൻ പറഞ്ഞു ഈ സ്വാമിക്ക് എന്തിൻ്റെ അസുഖമാണ് നാശം നമ്മളെ ഉപദ്രവിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ മന്ത്രിയൊക്കെ ഞാനോട് പറയാം, നിന്നോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ നീ രാഷ്ട്രീയക്കാരനാവും, നീ രാഷ്ട്രീയക്കാരനാവുന്ന ശോഭിക്കുന്നത് എന്ന് എന്നോട് പറയും. പുള്ളി ഇപ്പോൾ പറയും ഞാൻ അന്ന് പറഞ്ഞ് എന്ന് പറയും. കറക്റ്റ് അതൊരു അദ്ദേഹം ഇപ്പോൾ ഒരു പ്രഡിക്ഷനായിട്ട് പറയുന്നെങ്കിലും അന്ന് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. നോക്കൂ, ആ പഴയ സിനിമാ നടന്മാരിൽ പലരും MLA-മാരോ മന്ത്രിമാരോ ഒക്കെ ആയി മാറി. ഗണേഷ് മന്ത്രിയാവുന്നു, മുകേഷ് MLA ആവുന്നു. ഞാനാണ് വഴി തുറന്നത്. കേരളത്തിൽ ആദ്യമായി ഒരു സിനിമാക്കാരൻ നിയമസഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് അസംബ്ലി കാണുന്നത് ആദ്യം ഞാനല്ലേ. 2001 അന്ന് എല്ലാവരും അതിന് മുമ്പ് എല്ലാവരും തോറ്റിട്ടുണ്ട്. മുരളി അടക്കമുള്ള ആളുകൾ, മുരളി ചേട്ടനുണ്ട്, രാമു കാര്യാട്ട്, അവരെല്ലാം തോറ്റിട്ടുണ്ട്. പക്ഷേ ജയിച്ചാണ് ആദ്യമാണ് ഞാനാണ്. അത് പിന്നെ അച്ഛൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. പിന്നെ ഈ സീരിയലുകളുമൊക്കെ എനിക്കെതിരെയുള്ള നെഗറ്റീവ് പ്രചരണങ്ങളിൽ എന്നെ രക്ഷിച്ചത് സിനിമയിലെ സീരിയലുകളാണ്. അന്ന് വന്നുകൊണ്ടിരുന്ന കുറേ സീരിയൽ, ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു സീരിയലുണ്ടായിരുന്നു, കലാധരൻ്റെ ഒരു സീരിയലുണ്ടായിരുന്നു. ആ സീരിയലൊക്കെ വളരെ നല്ല ക്യാരക്ടേഴ്സായിരുന്നു. ഈ ക്യാരക്ടേഴ്സ് ജനങ്ങളെ സ്വാധീനിച്ചു. കാരണം ഈ പറയുന്ന ഗോസിപ്പുകളൊന്നും ശരിയല്ല എന്ന് തോന്നത്തക്ക രീതിയിലുള്ള കഥാപാത്രങ്ങളുണ്ടായിരുന്നു. അത് മാത്രമല്ല സ്ത്രീകൾക്ക് കുറേ കൂടി അറ്റാച്ച്മെൻറ്റ്, കുറച്ചുകൂടി സ്നേഹം വരും. നമ്മളെ വീട്ടിലൊരാളായി ടെലിവിഷൻ വീട്ടിനുള്ളിലേക്ക് കയറി വരിക, നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എത്തുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഒരു മെമ്പറായിട്ടൊരു ഫീൽ ഉണ്ടാവും എപ്പോഴും ടെലിവിഷൻ താരങ്ങൾക്ക്. അതെനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുന്നു, നല്ലതല്ലേ. മുകേഷ് MLA ആയില്ലേ, 2 തവണ MLA ആയില്ലേ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇന്നസെൻ്റ് MP ആയില്ലേ, MP ആയി. നല്ല കാര്യങ്ങളാണ്. അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഇന്നസെൻ്റ് ചേട്ടനൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. പറ്റുന്ന കാര്യങ്ങളൊക്കെ നാടിന് വേണ്ടി ചെയ്തു. അതൊക്കെ ഒരു തെറ്റുള്ള കാര്യമൊന്നുമില്ല. ആർക്കും ആകാം, ഡോക്ടർക്കാകാം, വക്കീലിനാകാം, എഞ്ചിനീയറിനാകാം, അപ്പോൾ സിനിമാ നടനുമാകാം. ചോദിക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞാണ്. പക്ഷേ ഈ സുരേഷ് ഗോപിയായിട്ടൊരു പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, തോന്നുന്നതാണത്. തമാശയാണ്. കാരണം സുരേഷ് ഗോപിയെ എങ്ങനെ തമാശ പറഞ്ഞ് ഇളക്കാമെന്ന് എനിക്കറിയാം. തമാശ ഇഷ്ടമല്ല. ഈ ഹ്യൂമറൊക്കെ കാണിക്കുന്ന ചാനലുകളിലെ ചെറുപ്പക്കാരുണ്ടല്ലോ, അവരോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. ഈ തമാശയായിട്ട് കാണണം. എന്നെപ്പറ്റി ഒരു തമാശ പറഞ്ഞാൽ ഞാനത് ആസ്വദിക്കുകയും ചിരിക്കുകയും ചെയ്യും. എന്നെപ്പറ്റി ഞാൻ തന്നെ ചില തമാശകൾ ഉണ്ടാക്കി പറയാറുണ്ട്. ഈ മുകേഷൊക്കെ സ്ഥിരമായിട്ട് എന്നെ കളിയാക്കി കഥയുണ്ടാക്കും. മുകേഷ് കളിയാക്കി ജഗദീഷ് എന്നെപ്പറ്റി പറഞ്ഞ തമാശ കഥകളുണ്ടാക്കും. ഇതൊക്കെ ഞാൻ ചിരിക്കാനേ ഉപയോഗിക്കത്തുള്ളൂ. കാരണം എനിക്കത് ഓർത്തോർത്ത് ചിരിക്കും. ഞാൻ ജഗദീഷിനെ കാണുമ്പോൾ ജഗദീഷ് പറഞ്ഞ പഴയ തമാശകൾ കാണുമ്പോൾ ജഗദീഷ് എന്നെപ്പറ്റി അന്ന് പറഞ്ഞ ആ കഥ ഒന്ന് ജഗദീഷ് അതൊന്നുകൂടെ പറയും. അപ്പോൾ ഞങ്ങൾ പൊട്ടിച്ചിരിക്കും. അങ്ങനെയാണ് മുകേഷും അങ്ങനെയാണ്. മുകേഷ് എപ്പോഴും നമ്മളെ തന്നെ കളിയാക്കും. നിനക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ കളിയാക്കും. ഞാനും അത് അസംബ്ലി വെച്ച് പോലും പൊട്ടിച്ചിരിക്കും. കാരണം ഇത് തമാശകൾ നമ്മളെപ്പറ്റി ഉണ്ടാക്കുന്നത് നല്ലതാണ്. കാരണം ആളുകൾ കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കും. അതൊരു ടെക്നിക്കാണ്, മനസ്സിലായില്ലേ? ആ ടെക്നിക്ക് ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. ചില കോമഡികളും ചില കോമഡി റീലുകളൊക്കെ ഇറക്കിയിട്ട് ഇദ്ദേഹം തന്നെ ആളെ വെച്ചെടുത്ത് ഇറക്കുന്നതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഈ നമ്മൾ പറയുന്നതല്ലേ, VS എന്ന രാഷ്ട്രീയ നേതാവിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മിമിക്രിക്കാരല്ലേ? അതെ 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 അതെ, അതൊരു ഉദാഹരണമാണ്. അപ്പോൾ തമാശയിലൂടെ ആളുകളെ നമുക്ക് പോപ്പുലറാക്കാൻ പറ്റും. മുകേഷ് ഇതുപോലെ തമാശകൾ ഉണ്ടാക്കാൻ ഭയങ്കര മിടുക്കനാണ്. ഈ സുരേഷ് ഗോപിയെ തന്നെ മുകേഷിൻ്റെ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ ഇപ്പം മുകേഷ് ഉണ്ടായിരിക്കുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മുകേഷ് ഉണ്ടാക്കിയ ഒരുപാട് കഥകൾ ഇങ്ങനെ സിനിമയുടെ അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. സുരേഷ് ഗോപിയെ പറ്റിയുണ്ട്, എന്നെ പറ്റിയുണ്ട്. ഇത് ഈ പറയുന്ന കഥകളെന്ന് ഇപ്പം ഞാൻ ഹ്യൂമറസ് ആയിട്ട് എന്നെക്കുറിച്ച് ഒരു TV-യിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഞാൻ കാണും കേട്ടോ. ന്യൂസൊന്നും കണ്ടില്ലെങ്കിൽ ഇത് കാണും. കാരണം വെച്ചാൽ യൂട്യൂബിലെങ്കിലും കാണും. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ തമാശകൾ പറഞ്ഞിട്ട് നമ്മളെ. സുരേഷ് ഗോപി അത് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുമോ? സുരേഷ് ഗോപിനെ അത്തരം തമാശകൾ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുമോ? പണ്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടൊരു അത്ഭുതം എന്ന് പറയുന്നത് ഈ K. കരുണാകരനാണ്. അദ്ദേഹം നയനാരും അങ്ങനെയായിരുന്നു. നയനാരും തമാശ പറയുകയും ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. ലീഡർ തന്നെ ഞാൻ ഒരിക്കൽ കണ്ടു. ലീഡർ കൂടെ ഇപ്പോൾ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം വൈകിട്ട് സിനിമാല എന്നൊരു പരീക്ഷയാണ്. അതിനകത്ത് ഈ കലാഭവൻ മണി അന്ന് അതിൽ അഭിനയിക്കുന്നുണ്ട്. കലാഭവൻ മണി മിമിക്രിയൊക്കെ വരും. അപ്പം ലീഡറെ തന്നെ അനുകരിച്ചിട്ട് ജയ് ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ ലീഡറെ പൊട്ടിയുള്ള ചിരിയുണ്ട്. തോളിലൊരു തോർത്ത് കിടക്കും. അത് വെച്ചങ്ങ് ചിരിയാണ്, ഉറക്കെ ചിരിക്കും. ചിരിച്ചിട്ട് എന്നെ പറയും ചാലക്കുടിക്കാരനാ, നമ്മുടെ പയ്യനാ എന്ന്. അന്ന് കലാഭവൻ മണി സിനിമയിലൊന്നും അങ്ങനെ പോപ്പുലറല്ല. അങ്ങനെയാണ് ഈ കലാഭവൻ മണി ഞാൻ ഒരു മിമിക്രിയിലെ കണ്ടുള്ളൂ അതിന് മുമ്പ്. അതിന് ശ്രദ്ധിക്കുന്ന ഈ TV-യിൽ വരുമ്പോഴാണ്. അപ്പം ലീഡർ പറയും ചാലക്കുടിക്കാരനാ, നമ്മളെ പയ്യനാ എന്ന് പറയും. പൊട്ടി ചിരിക്കും അത് കണ്ടിട്ട്. ഉറക്കെ അങ്ങ് ചിരിക്കും. അപ്പോൾ അത് ആസ്വദിക്കാൻ കഴിയണം. തമാശ അറിയാം. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ തമാശ ആസ്വദിക്കാൻ പറ്റൂ. നമ്മളെപ്പറ്റി ഇന്നസെൻറ്റിൻ്റെ തമാശകൾ പലതും ഇന്നസെൻറ്റിനെ കുറിച്ച് അത് വളരെ പ്രത്യേകത. ഇന്നസെൻറ്റ് കഥകളാണ്. ഇന്നസെൻറ്റിനെ പറ്റിയ കഥ അദ്ദേഹത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഓരോരുത്തർക്കും ഓരോ ഇതാണ്. ജഗതി പറയുന്ന തമാശകൾ മറ്റുള്ളവരെ കുറിച്ചാണ്. മുകേഷ് ഉണ്ടാക്കുന്ന കഥയിൽ മുകേഷ് കാണത്തില്ല. മുകേഷ് കഥകൾ എന്നൊക്കെ പറഞ്ഞാൽ മുകേഷ് ഉണ്ടാക്കുന്ന കഥയിൽ അബദ്ധം പറ്റുന്ന ഭാഗത്ത് മുകേഷ് കാണത്തില്ല. ജഗദീഷ് ഉണ്ടാക്കുന്ന കഥയിലും അത് കാണത്തില്ല. ഏതാണ്ട് നമ്മളെ കാണത്തുള്ളൂ. പക്ഷേ ഇന്നസെൻ്റ് ഉണ്ടാക്കുന്ന കഥയിൽ ഇന്നസെൻറ്റിനെ കാണാം. ഇന്നസെൻ്റ് തന്നെയാണ് കഥാപാത്രം. ക്യാൻസർ വാർഡിലെ
ചിരി, അതെല്ലാം ഇന്നസെൻ്റാണ് കഥാപാത്രം. അതിൻ്റെ മണ്ടത്തരം പറ്റുന്ന ആളും അബദ്ധം പറ്റുന്ന ആളും വഷളാവുന്ന ആളും എല്ലാം ഇന്നസെൻ്റ് ആയിരിക്കും, വേറെ മറ്റൊരാളായിരിക്കില്ല. ഞാൻ ഒരാളെ കണ്ടു അയാൾക്ക് അബദ്ധം പറ്റിയെന്ന് ഇന്നസെൻ്റ് പറയാറില്ല. അത് ഒരു പ്രത്യേകതയാണ്, അത് ഒരു തമാശ, ഒരു ട്രാക്ക് ആണ് കോമഡിയുടെ. മറ്റുള്ളവരെ കളിയാക്കാൻ വളരെ എളുപ്പമാണ്. ഒരാൾ പഴത്തൊലി തെന്നി വീഴുമ്പോൾ എല്ലാവരും ചിരിക്കും, ഞാൻ വീണാൽ ഞാൻ ചിരിക്കില്ല. ഇന്നസെൻ്റ് അങ്ങനെയല്ല, ഇന്നസെൻ്റ് തന്നെ പഴത്തൊലി തെന്നി വീണിട്ട് ചിരിക്കുന്ന അങ്ങനെ ചിരിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കാൻ കഴിയണം. കാരണം വെച്ചാൽ ഇതൊക്കെ പലതും തമാശയായിട്ട് എടുക്കണ്ടേ. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ വാർത്ത വരില്ലേ, ഉള്ളിൽ ചിരിക്കാനേ പറ്റൂ, ഉള്ളിൽ ചിരിക്കണം. കാരണം നമുക്ക് 100% അറിയാൻ നടന്നിട്ടില്ല എന്ന്, പിന്നെ അത് പറയുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയല്ല എന്ന്. അങ്ങനെ ചിരിക്കേണ്ടി വന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിരിക്കാറുണ്ട് എൻ്റെ മനസ്സിൽ. പണ്ടൊക്കെ ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുമായിരുന്നു. അയ്യോ എന്നാലും എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞില്ലത്. ഒന്നുമില്ല. എൻ്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ്, എടാ ഇതിലൊന്നും ഒരു കാര്യമില്ലടാ, അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറയും, ഒന്നും വരത്തില്ല. അച്ഛനെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ പലപ്പോഴും ഈ അച്ഛൻ്റെ ചില പ്രസംഗങ്ങൾ, ചില പ്രസ്താവനകളൊക്കെ വിവാദമായി മാറുമ്പം ചാനലുകളൊക്കെ അങ്ങ് ചർച്ചയാണ്. ബാലകൃഷ്ണപിള്ള വിവാദ പ്രസംഗം നടത്തി, അങ്ങനെ ചെയ്തുകളെ ഇങ്ങനെ ചെയ്തുകളെ, ബാലകൃഷ്ണപിള്ള അങ്ങനെ ഇന്ന വകുപ്പ് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇതെല്ലാം കണ്ടുകൊണ്ട് കിടക്കും കേട്ടോ. ഒരു ഇതുമില്ല, എല്ലാ ചാനലും മാറ്റിയും കാണും. ഈ വാർത്ത എല്ലാ ചാനലിനെയും കണ്ട് ആസ്വദിച്ചിട്ട് എല്ലാ ദിവസവും 9-10 മണിക്ക് ഉറങ്ങുന്ന ആൾ 9:30-ക്ക് 9:15 ഉറങ്ങും. സുഖമായിട്ട് കിടന്നുറങ്ങും, ഒരു കുലുക്കുമില്ല. പക്ഷെ അച്ഛൻ്റെ ആ മനക്കെട്ട് കിട്ടാൻ ഇത്രയും കാലം വേണ്ടി വന്നു അല്ലേ ഗണേഷ് കുമാർ? നമുക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാൻ ഇച്ചിരി സമയം എടുത്തു. അവസാന 2 വർഷം അച്ഛനോടൊപ്പം ചെലവഴിക്കുകയും അച്ഛനെ പരിചരിക്കാനും കഴിഞ്ഞ സമയത്ത് അച്ഛൻ ഒരുപാട് ബുദ്ധികളും അഡ്വൈസുകളും പറഞ്ഞു തന്നു. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന നല്ല ബുദ്ധിയെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളെക്കാളൊക്കെ ബുദ്ധിയുള്ള ആളാണ്, പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണെന്ന് തോന്നുകയും ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ രാഷ്ട്രീയത്തിൽ ഇപ്പം ഒരു പാർട്ടിയെ നയിക്കാനും ഒക്കെ നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ നമ്മൾ പറയുന്ന പലതും ശരിയാണ്. കാരണം അന്ന് നമ്മൾ ഇതിൻ്റെ എന്താ അങ്ങനെ പറഞ്ഞത്, പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ പലതും കറക്റ്റായിരുന്നു. പുതിയ സിനിമ ഇപ്പം ഞാൻ ദൃശ്യം 3 ചെയ്യുന്നുണ്ട്, ദൃശ്യം 3, അത് കഴിഞ്ഞിട്ട് തുടക്കം ലാലേട്ടൻ്റെ മകൾ അഭിനയിക്കുന്നത്, അതിലും അഭിനയിക്കുന്നുണ്ട്. ആ 2 പടങ്ങളാണ് ചെയ്യുന്നത്. ഇനിയിപ്പം ഗഗനചാരി ഡയറക്റ്റ് ചെയ്ത ഡയറക്ടർ വല എന്നൊരു പടമുണ്ട്, അത് ചെയ്യണം. പക്ഷേ ഇലക്ഷൻ വരുന്നതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നമുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കുറച്ചധികം ഡേറ്റ് വേണം. അതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണ്. അതിലെൻ്റെ മകനും അഭിനയിക്കുന്നുണ്ട്. ഈ തുടക്കത്തിലും എൻ്റെ മകൻ അഭിനയിക്കുന്നു. അതെ, തുടക്കത്തിൽ ഒരു ചെറിയൊരു എപ്പിസോഡിൽ, ഒരു കോമഡി എപ്പിസോഡിൽ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വലയിലും ഉണ്ട് അവൻ. ദൃശ്യം 3 എന്താവും? അത് ജിത്തു ജോസഫിന് മാത്രമേ അറിയാവൂ, വേറെ ആർക്കും. ദൈവം തമ്പുരാൻ കൂടി അറിയാമോ എന്ന് സംശയമുണ്ട് എനിക്ക്. കാരണം ദൈവത്തിന് അറിയാമെന്ന് പറയും, ദൈവത്തിന് പോലും സംശയമുണ്ട്, ജിത്തുവിനല്ലാതെ ആർക്കും അറിയില്ല. ജോർജ് കുട്ടി ഇത്തവണ കുടുങ്ങും? ഒന്നും പറയാനൊക്കത്തില്ല. ജോർജ് കുട്ടിയല്ലേ, നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൃശ്യം 4ാം ഭാഗം ഉണ്ടാവുമോ? 4ാം ഭാഗം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഉണ്ടെന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് എൻ്റെ അടുത്ത്. ഞാൻ ജിത്തുവിനോട് ചോദിച്ചില്ല. ആന്റണി പെരുമ്പാവൂർ 4ാം ഭാഗം ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും അവസാനിപ്പിക്കാം. കാരണം വലിയ തിരക്കുകൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞു, രാഷ്ട്രീയം പറഞ്ഞു, ജീവിതം പറഞ്ഞു, ഒരുപാട് പറയാൻ ബാക്കിയുണ്ട്. നമുക്ക് ഇനിയും പറഞ്ഞാലും തീരാത്ത കഥകളുണ്ട്. അതിന് സമയമില്ല. കേട്ടോണ്ടിരിക്കുന്നവർക്ക് ബോറടിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് നടത്താം. ഓക്കെ, താങ്ക് യു.